ഈ ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മകളെ, +2 ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സെമീനിക്ക് സ്ലേറ്റ് കാ നാം ഹേ. നമ്മൾ പാഠഭാഗം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലെ ഡയറിയും സൈഡ് ക്വസ്റ്റ്യൻസ് 3 തന്നിരുന്നു. ഇന്ന് നമുക്ക് ലെറ്റർ റൈറ്റിങ്ങും കോൺവെർസേഷനും നോക്കാം. ആദ്യം നോക്കിയേ ലെറ്റർ റൈറ്റിംഗ് വായിക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. लेखक ने अपनी दीदी की शादी के അനുഭവം के बारे में മിത്ര का പത്ര ലിഖേ. ലേഖകൻ അദ്ദേഹത്തിൻ്റെ ചേച്ചിയുടെ വിവാഹത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി മിത്രത്തിന് കത്ത് എഴുതണം. കത്തിൻ്റെ ഫോമാറ്റ് അറിയാലോ. സ്ഥാന താരിക്ക് റൈറ്റിലെ ലെഫ്റ്റിലെ സംബോധന ചെയ്യുക, ലാസ്റ്റ് കൊണ്ട് നിർത്തുക, അതിനുശേഷം സേവാമേ അതായത് 2 എഴുതുക. നോക്കി നമുക്ക് വായിക്കാം. ആദ്യം എന്ത് ചെയ്യണം? ടൈറ്റിലായിട്ട് പത്രം എന്ന് കൊടുക്കുക. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി സ്ഥാനെ കോമ താരിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണം. ലെഫ്റ്റ് മാറ്റി പ്രിയ മിത്രം എന്നെഴുതി കോമ കൊടുക്കുക. അതിന് താഴേക്ക് നോക്കിയേ. തുച്ഛേ മിൽനെ ലിയേ മേം ബഹുത്ത് ചാഹ്താ ഹൂം. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. ലേക്കിൻ മുझे സമയ നഹീ മില. ലേക്കിൻ വെച്ചാൽ എന്നാൽ എനിക്ക് സമയം കിട്ടിയില്ല. തും ജാൻതേ ഹോ മേരി ദീദിക്ക് ഷാദി ഹോനെ വാലി ഹേ. നിനക്ക് അറിയുക, നിനക്ക് അറിയാമല്ലോ എൻ്റെ ചേച്ചിയുടെ വിവാഹം ആണ്. തയ്യാറിയാൻ ചൽ രഹി എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്കേ ലിയേ ഹമാരാ സെമീൻ ബിക്ക് ഗയാ ഹേ. ഇസ്കേ ലിയേ ഇതിനു വേണ്ടി ഞങ്ങളുടെ സെമീൻ എന്ന് വെച്ചാൽ ഭൂമി ബിക്ക് ഗയാ ഹേ. ബിക്കിനാന്ന് വെച്ചാൽ വിൽക്കുക, ഞങ്ങളുടെ ഭൂമി വിറ്റു. പിതാനെ ഉസേ സെമീൻ സേ ഗഹ്റാ സംബന്ധ ഹേ. എൻ്റെ അച്ഛന ഭൂമിയുമായി ഗഹ്റ ആഴമേറിയ സംബന്ധ ബന്ധം ഉണ്ടായിരുന്നു. മുझे യഹ അച്ചി തരഹ് മാലൂ ഹേ. അതെനിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. അച്ഛന് ആ ഭൂമിയുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. രജിസ്ട്രേഷൻ കെ പഹലെ മേം ഉസ്കെ സാത്ത് കേത്ത് മേം ഗയ. രജിസ്ട്രേഷന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കേത്തിലേക്ക് പോയി, എന്നുവെച്ചാൽ വയലിലേക്ക് പോയി. വേ സൂര്യാസ്തക്കെ കേത്ത് മേം ചുപ്ചാപ് ടഹൽത്തെ. അദ്ദേഹം എന്നുവെച്ചാൽ അദ്ദേഹം സൂര്യാസ്തമനം തക്ക് വരെ കേത്തിലെ ചുപ്ചാപ്പ് മിണ്ടാതെ ടഹല്ല ഉലാത്തി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മുझे भी ബഹുസമീൻ പ്യാരി ലഗത്തി ഹേ. എനിക്കും ആ ഭൂമി പ്യാരി എന്ന് വെച്ചാൽ സ്നേഹം തന്നെ ആയിരുന്നു. അതായത് എനിക്കും ആ ഭൂമി സ്നേഹനിധി തന്നെ ആയിരുന്നു. പിതാക്കാ ദുഃഖേ മേമിനെ പഹച്ചാൻ ലിയ. അച്ഛൻ്റെ ദുഃഖം ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. രജിസ്ട്രിക്ക് കാഗസാത് പരെ ഹസ്താക്ഷർ കർത്തി സമയ ഉസ്കെ മൻമേ ക്യാ ക്യാ ആതാ ഹേ മുझे പതാ നഹീ. രജിസ്ട്രിക്ക് കാഗസ് എന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ പേപ്പർ, അതായത് പ്രമാണം അല്ലേ. ആ പേപ്പറിനകത്ത് ഹസ്താക്ഷർ ഒപ്പിട്ട സമയത്തെ അച്ഛൻ്റെ മനസ്സിൽ ക്യാ ക്യാ ആതാ ഹേ എന്തെല്ലാം വന്നു എന്ന് മുझे പതാ നഹീ എനിക്ക് അറിയില്ല. അച്ഛനപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേപ്പറിനകത്തെ സിഗ്നേച്ചർ കൊടുത്തപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നത് എന്നെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അടുത്ത പാരഗ്രാഫ് നോക്കിയേ. അപ്പനി ബേട്ടിക്ക് ഖുശിക്ക് ലിയേ സെമീൻ ബേച്ചിന. അപ്പനി ബേട്ടി എന്ന് വെച്ചാൽ സ്വന്തം മകളുടെ ഖുശി സന്തോഷത്തിന് വേണ്ടി സെമീൻ ബേച്ചിന ഭൂമി വിറ്റു. ബേ ചുപ്ചാപ്പ് സഹത്തെ ഹേ. അത് അദ്ദേഹം ചുപ്ചാപ്പ് ആരോടും പറയാതെ മിണ്ടാതെ സഹിക്കുകയും ചെയ്തു. മേരെ മൻ മേ അഭി പിതാജി കാ ഉദാസ് ചെഹ്റ ആതാ ഹേ. മേരെ മൻ മേ എൻ്റെ മനസ്സിൽ അഭി ഇപ്പോഴും അച്ഛൻ്റെ ഉദാസീനമായ ആ ചേഹര മുഖം വന്നുകൊണ്ട് ഇരിക്കുന്നു. ഷാദിക്ക് ദിൻ തും സെരൂർ ആവോഗെ തബ സബ് ബാത്തേം ബതാവും. ഷാദിക്ക് ദിൻ എന്ന് വെച്ചാൽ വിവാഹ ദിനം. തും നീ സെരൂർ തീർച്ചയായും ആവുകെ വരണം. തബ അപ്പോൾ സബ് ബാത്തേ എല്ലാ കാര്യങ്ങളും ബതാവും പറയാം. ഇത്ര എഴുതിയിട്ട് താഴെ എഴുതണം സബ്കോ സാദർ പ്രണാം, എല്ലാവർക്കും സാദർ പ്രണാം. എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി ആപ്കാ മിത്രേ അതിൻ്റെ കോമ കൊടുത്തതിന് ശേഷം താഴേക്ക് ഹസ്താക്ഷർ എന്നുള്ളത് ബ്രാക്കറ്റ് ഇടുക. അതിൻ്റെ താഴെ നാം അതായത് ഏകാന്ത് ശ്രീവാസ്തവ് എന്നെഴുതി നിർത്തണം. എന്നിട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി സേവാമേ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നാമ പദ എഴുതി അത് ചെറിയ കോളത്തിൽ എഴുതുക. എന്നുവെച്ചാൽ കോളം വരച്ച് വേണം അത് എഴുതാൻ കേട്ടോ. എന്നിട്ട് ഫുൾ കോളം വേണമെങ്കിൽ വരയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. രണ്ടാമത്തെ പിതാനെ സെമീൻ की രജിസ്ട്രി की पहले खेत में जाने का आग्रह प्रकट किया. പിതാവ് സെമീൻ की ഭൂമിയുടെ രജിസ്ട്രേഷന് മുൻപ് തന്നെ വയലിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടമാക്കി.
इसके बारे में पिता और लेखक के बीच വാർത്താലാപ് ലിഖേ. ഇതേപ്പറ്റി അച്ഛൻ്റെയും മകൻ്റെയും അതായത് ലേഖകൻ്റെയും ഇടയിലുള്ള വാർത്താലാപ് എഴുതുക എന്നാണ് ചോദ്യം. ആൻസർ നോക്കിയേ, ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് കൊള്ളാം കേട്ടോ. പിതാ ആദി അരെ ബേട്ട കഹാ ഹേ, ബേട്ട നീ എവിടെയാണ്? ലേഖകമേയും ഇധർ ഹും, ക്യാ ഹുവാ പിതാജി, ഞാനിവിടെയുണ്ട്. എന്ത് പറ്റി അച്ഛ എന്ന് ചോദിച്ചു. പിതാ പറയാണ്, ആജ് ഹംകോ ഖേത്ത് മേ ജായെങ്കെ, ഇന്ന് നമുക്ക് ഖേത്തിലേക്ക് പോകണം. ലേഖകെ ക്യോം, എന്തിനെ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം കേട്ടോ. ഉടനെ പിതാ ഖേത്ത് മേ കുച്ച് സമയം ടഹലിനെ കെലിയെ, ഖേത്തിലെ കുറച്ച് സമയം ഒന്ന് കറങ്ങാൻ വേണ്ടി, അതായത് ടഹലിന സമയം ഒന്ന് ടഹലിന തങ്ങാൻ വേണ്ടി എന്ന് പറഞ്ഞു. ലേഖകെ അബ് ഘർമേ മെഹമാൻ ആത്തെ ജാത്തെ ഹേ, ഇപ്പോൾ വീട്ടിലെ അതിഥികൾ വരികയും പോവുകയും ചെയ്യുന്നു. ഈ സമയം തന്നെ ഖേത്തിലേക്ക് പോകണോ എന്നാണ്. പിതാ ബേട്ടാ യഹ് ബാത്ത് മുച്ചേ മാലു ഹേ, പിതാ പറഞ്ഞ മകനെ യഹ് ബാത്ത് എന്ന കാര്യം എനിക്കും അറിയാം. ലേഖകെ ആനേവാലെ ലോകം നേ ക്യാ സോച്ച, ഈ വരുന്ന ആൾക്കാർ നമ്മളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? ആൾക്കാരെ ക്ഷണിച്ചവർ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് ശരിയാണോ എന്നാണ് ലേഖകൻ അച്ഛനോട് ചോദിച്ചത്. പിതാ പറയാണ്, ഇസ്മേ കൊയ് ബാത്ത് നഹി, അതിലെ കൊയ് ബാത്ത് നഹി, യാതൊരു കാര്യവും ഇല്ല, അതിലെ യാതൊരു വിഷയവും ഇല്ല എന്ന്. ലേഖകെ ഏക് ദോ ദിൻ കെ ബാദ് കഫി ചലെങ്കെ പിതാജി, ഏക് ദോന്ന് വെച്ചാൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം കഫി ചലെങ്കെ, എപ്പോഴെങ്കിലും പോകാം പിതാജി എന്ന്. കുച്ച് ഫൂർസത്ത് മേ അഫീത്തോ, കുറച്ച് സമയം കിട്ടുമ്പോൾ പോകാം, ഇപ്പോൾ, അതാ ഡോട്ട് കൊടുത്തിട്ട് ഇപ്പോൾ എന്നുവെച്ചാൽ അതിൻ്റെ ആശങ്കയാണ് കാണിക്കുന്നത്. അപ്പോൾ പിതാവ് പറയാണ്, കൽ രജിസ്ട്രിക്ക് ബാദ് വഹ് സമീൻ അപ്പനെ കഹാം രഹ് ജായകി, നാളെ രജിസ്ട്രേഷന് ശേഷം ആ ഭൂമി എങ്ങനെയാണ് നമ്മുടേത് ആകുന്നത്? ഫിർ ദൂസറോങ്കി സെമീൻ മേ ക്യാ ജാന, പിന്നെ മറ്റുള്ളവരുടെ ഭൂമിയിലേക്ക് എന്തിന് പോകണം എന്ന് അച്ഛൻ ചോദിച്ചു. അത് കേട്ട് ലേഖക് പിതാജി മുझे जानता था कि उस जमीन से आपको कितना संबंध है, മുझे जानता, എനിക്കറിയാം താങ്കൾക്ക് ആ ഭൂമിയുമായി എത്ര ബന്ധമാണ് ഉള്ളത് എന്നെനിക്ക് അറിയാം. അതുകൊണ്ട് പിതാവ് പറയാണ്, മേരി बेटी को कितना प्यार किया उतना ही उसे ज़मीन भी मैंने प्यार किया, ഞാൻ എൻ്റെ ബേട്ടിയെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം ആ ഭൂമിയെയും ഞാൻ പ്യാർ കിയ, സ്നേഹിക്കുകയും ചെയ്യുന്നു. ലേഖകെ യഹ് മുझे भी जानता, അത് എനിക്കും അറിയാം. പിതാമയും സെമീൻ നഹിയും ബേച്ചത മേരി ദോ ആങ്ക് ഹേ, ഞാൻ ഭൂമിയല്ല വിറ്റത്, പിന്നെയോ മേരി ദോ ആങ്ക് ഹേ, എൻ്റെ 2 കണ്ണുകളാണ്. ആങ്ക് എന്ന് വെച്ചാൽ കണ്ണ്. ലേഖകെ പിതാ കി പീഡ മേ ഭി സഹമത്ത് ഹും, അച്ഛൻ്റെ പീഡ എന്ന് വെച്ചാൽ പ്രയാസത്തിൽ ഞാനും സഹമത്ത് ഹേ, ഞാനും യോജിക്കുന്നു എന്ന് മകൻ പറഞ്ഞ് നിർത്തി. അത്രയും കോൺവെർസേഷൻ നിങ്ങൾക്ക് ചോദിക്കുമ്പോഴേ 8 മാർക്കോ അതിൻ്റെ ആയിരിക്കും കോൺവെർസേഷൻ കേട്ടോ, അല്ലെ 6 മാർക്കായിരിക്കും. അവിടെ ആ 2 ഭാഗത്തിൽ ഏതെങ്കിലും ഒന്നായിട്ട് ആ കോൺവെർസേഷൻ വരുന്നത്. നല്ലതുപോലെ വായിച്ച് പഠിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിലെ അടുത്ത പാഠം പഠിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.